ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കുറച്ച് വിദേശ മാങ്ങകളാണ്. ഇത് നമുക്ക് NR കിട്ടിയതാണ്, നാഷണൽ റോസ് ഗാർഡൻസിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. നമ്മുടെ പോയിരുന്നു, അപ്പോൾ അവർ നമുക്ക് തന്നതാണ്. പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. ഇത് നമ്മൾ ഈ പ്രാവശ്യം നാഷണൽ റോസ് ഗാർഡൻ്റെ കംപ്ലീറ്റ് നഴ്സറി ടൂർ റിവീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ വെതർ കണ്ടീഷൻ, സോയിൽ കണ്ടീഷൻ കംപ്ലീറ്റ്ലി വെള്ളക്കെട്ടാണ് അല്ലേ? കംപ്ലീറ്റ്ലി വെള്ളക്കെട്ടിലാണ്. 365 ഡേയ്സും മണ്ണ് വെറ്റാണ്. വെറ്റാണ്. ഒന്നാമത് നന തൈകളുടെ കോൺസെൻട്രേറ്റ് അവര് തൈകൾക്കാണ്. അപ്പൊ അവർക്ക് നനച്ചേ പറ്റൂ. അപ്പൊ അവർ ഈ ഫ്രൂട്ടിനെ അവർ കെയർ ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമതൊരു ഒരു ഒരു കനാലിന്റെ സൈഡിലാണ് അല്ലേ? അതെ. ഇപ്പൊ ഈ സമയത്ത് പറഞ്ഞാൽ പൊതുവെ മഴ ഉണ്ടെങ്കിൽ കൂടെ പിന്നെ അവർ കനാൽ തുറന്നിട്ട് ആ ഒരു വെള്ളം അവരെ മണ്ണിലുണ്ട്. സാധാരണഗതിയിൽ ഏപ്രിൽ മാസം, ഇത് ഇന്ന് ഏപ്രിൽ 10 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മഴ തീരെ പാടില്ല നമ്മുടെ നാട്ടില്. മെയ് പൂർണ്ണമായിട്ടുള്ള ഒരു ഉഷ്ണ അല്ലേ സമ്മറാണ്. പക്ഷേ ഈ വർഷം വീക്കിലി 1-2 പ്രാവശ്യം മഴ. ഇന്നലെ രാത്രി നല്ല ഇടിയും മഴയായിരുന്നു, ഹെവി റെയിൻ ആയിരുന്നു. അപ്പൊ അത്തരം കുറെ മാങ്ങകൾ അവർ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പഴുത്തത് ഇപ്പൊ ബനാന പഴുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത്തരം ഈ മഴ അല്ലെങ്കിൽ മണ്ണിൽ വെറ്റ്നസ് കൂടുമ്പോൾ ഇതുപോലെ നീലത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ചെറിയ ക്രാക്ക് വീഴും. ഓക്കെ, ഈ ക്രാക്ക് നിങ്ങൾക്ക് കാണാം. ഈ ക്രാക്ക് വീണാൽ കഴിഞ്ഞ് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. നമ്മളിത് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേസ്റ്റ് പ്രൊഫൈൽ റിവ്യൂ കൊടുക്കാം. 630. ഓ, ഹെവിയാണ് ബനാന. മഹാചാനുക്ക്. ഇതിൻ്റെ ഈ ഒരു റെഡ് ബ്ലഷ് വരുന്നുണ്ട് ഈ സാധനത്തിന് അല്ലേ? അത് ഈ വരുന്നത് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ഈ റെഡ് ബ്ലഷ് വരുന്നുണ്ട്. വേറെ അതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാട്ടെന്താ? ചില നഴ്സറികൾ റെഡ് ബനാന എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല, അത് മാർക്കറ്റിംഗ് ആയിട്ട് ജസ്റ്റ് കരുതിയാണ്. പിങ്ക് ബനാന, റെഡ്. മാവ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി, സാധാരണ നമ്മളെല്ലാവരും വെയിൽ കൊണ്ട ഭാഗത്താണ് മറ്റേ കായപിടുത്തം കൂടുതൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ മാവിന്റെ ഉള്ളിൽ കണ്ടായിരുന്നു ധാരാളം മാങ്ങകൾ ഉള്ളിൽ പിന്നെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മാങ്ങ കട്ട് ചെയ്തത്. അതെ അതെ. അപ്പോൾ ഉള്ളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ നമ്മൾ സെലക്ട് ചെയ്ത് ഉള്ളിൽ ഏതാണ് പൂ കുത്തിയതോ കുത്താത്തതോ ഏതാണോ. നല്ല കായപിടുത്തുണ്ട് വിദേശം. നല്ല റിസൾട്ടാണ്. നമുക്ക് എന്തായാലും മാങ്ങയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? സ്മെല്ല്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നാടശാലയുടെ സ്മെല്ലാണ്. നാടശാലയുടെ സ്മെല്ല് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത നാടശാലയുടെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് സ്മെല്ലാണ്. പിന്നെ ഇത് 2 സൺസെറ്റ് മാംഗോയും പിന്നെ വേറെ ഏതൊരു ഒരു തായ്ലാൻഡ് പേരും കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടായ ഒരു മാമ്പഴ ഇനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ ഒക്കെയാണ് ഈ കളറൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കേട്ടാം. ഓക്കെ. അപ്പോൾ അഖിൽ ചേട്ടൻ്റെ ചൈനക്കാരെ കത്തി ഇറക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ഇത് ഇന്ത്യൻ ഗോദ്രേജ് കാർട്ടിനി. അത് ഇപ്രാവശ്യം ബോസ് കോയിനറക്കാനും മാവ് മുറിക്കാനും എല്ലാം ഒറ്റ സാധനം വരുന്നു ബോസ്. വാട്ടറി മീൻസ് ഇത് ഓൾറെഡി ഒരു വളരെ നനവുള്ള പ്രദേശത്താണ്. അതുകൊണ്ട് നമ്മളിതിനെ വാട്ടറി എന്ന് വിളിക്കേണ്ട. നമുക്കിത് എന്തായാലും ബനാനയുടെ കൂടുതൽ മാങ്ങകൾ ഇനിയും നമുക്ക് റിവ്യൂ ചെയ്യാം. ഓക്കെ, എന്തായാലും ബ്രിക്സ് നോക്കാം. ഞാൻ പറയുന്നത് ബ്രിക്സ് ഒരു 14-15 ഒക്കെ മിക്കവാറും ഇത് കാണിക്കും. 16. ഓക്കെ, ഇത് 20 അബവ് ബ്രിക്സ് വരുന്ന മാങ്ങയാണ് കേട്ടോ ബനാന. മാവ് നിന്ന ഒരു മണ്ണിന്റെ പ്രത്യേകതയാണ്. അപ്പൊ എന്തായാലും ഒരു 20 അബവ് ഇത് ബ്രിക്സ് വരും. ബനാനയുടെ മുന്നേ ഞാൻ ബനാന നോക്കിയിരുന്നു. അപ്പോൾ 20-21 ഒക്കെ എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു ബനാനയിൽ. ഓക്കെ, ഒരു മാങ്ങയായിരുന്നു ആകെ കിട്ടിയിരുന്നത്. മഹാചാനുക്ക് ആണ് കേട്ടോ ഇതിന്റെ ശരിക്കുള്ള പേര്. ഇതിനെ പലരും ചാങ്ഡിയാങ്, അതെ ചാങ്ഡിയാങ് എന്നൊക്കെ വിളിച്ചു. എൻജിയ ചാങ്ഡിയ എന്ന് പറഞ്ഞാൽ ശരിക്കും റെഡ് ഐവറി ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ജംഷീർ, നമ്മുടെ A to Z ഗ്രൂപ്പ്, അവരാണ് നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. എൻട്രി അവരാണ് നമ്മുടെ NRലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെ, മാങ്ങാഭ്രാന്ത് കയറി നടക്കുന്ന ആളുകളാണ്. പല മാവുകളും ഈ തായ്ലൻഡ് വെറൈറ്റികളിലാണ് കുറച്ചും കൂടെ എക്സ്പേർട്ടായി നിൽക്കുന്നത്. അതെ, അപ്പം അത്തരം വിദേശ മാങ്ങകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഫ്ലേവർ കുഴപ്പമില്ല.
സ്കിന്നിന് ചെറുതായിട്ട് ഒരു കർപ്പൂരം, സ്കിന്നിൻ്റെ അടുത്തേക്ക് കർപ്പൂര ഫ്ലേവർ വരുന്നുണ്ട്. സ്കിന്നിനൊരു കയ്പുണ്ട്. എത്ര ഈ വെള്ളം കെട്ടിലാണെങ്കിൽ കൂടെ ഒരു പ്രശ്നമില്ല കഴിക്കാൻ. നമുക്ക് ആ വെള്ളത്തിന്റെ ചാവതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അത് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിരുന്നു. എനിക്കിത് നമ്മുടെ ചന്ദ്രകാരൻ ചൗസയുടെ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടുന്നുണ്ട്. ചൗസ 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 ചൗസയായിട്ടാണ് കൂടുതലും. ഇതന്നെ നമ്മളെ കർപ്പൂരം കർപ്പൂരം കിട്ടുന്നുണ്ട്. അല്ല, കർപ്പൂരം കിട്ടുന്നുണ്ട്. ചൗസയുടെ ആ ഫ്ലേവർ ഉണ്ട്. ശരിക്ക് വളരെ ഡോമിനൻ്റ് ആണ് ഇതിലെ ശരിക്കും ചൗസയിലെ ഫ്ലേവർ. ശരിക്കും ഡ്രൈ ആയിട്ടുള്ളൊരു കാലാവസ്ഥയിൽ ഉണ്ടാകുകയാണെങ്കിൽ അടിപൊളി മാങ്ങയാണ്. ഇത് നമ്മുടെ നാംഡോക്കിയേക്കാളും മച്ച് ബെറ്റർ ആണിത്. ഓക്കെ, പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. തീർച്ചയായും എൻ്റെ കൂടെ അഭിപ്രായം തന്നെ കേട്ടോ. നമ്മളെ നാംഡോക്കി കഴിച്ചാണ്. മധുരം കുറവുള്ളത് ശരിക്കും ആ ഒരു ഫീല് ശരിക്കും വരുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ട് മാങ്ങ കഴിച്ച് ഫ്ലേവർ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അത് അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. ഈ മാങ്ങ ആക്ച്വലി ഇവിടുന്ന് കിട്ടിയ മാങ്ങ റിവ്യൂ ചെയ്തതെന്ന് പല മാംഗോ ലവേഴ്സും നമ്മളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മുടെ മാങ്ങയോടുള്ള ആ ഒരു അത്തരം വെറൈറ്റികളോടുള്ള താല്പര്യം നിങ്ങൾ റിവ്യൂ ചെയ്ത് നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് നമ്മൾ റിവ്യൂവിൽ ആ സ്വീറ്റ്നെസ്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. തൈമൂറായിട്ട് ഇതിൻ്റെ ആ കർപ്പൂര ഫ്ലേവറും ഇതിൻ്റെ ടെക്സ്ചർ, എന്ത് ടെക്സ്ചർ, ഫ്ലഷിൻ്റെ ടെക്സ്ചർ വളരെ ചെറിയ അണ്ടി കേട്ടോ. വെയിറ്റ് വേണം നോക്കിയോ, ഏകദേശം 10% താഴെ. ഇതിൽ നമുക്ക് ടേസ്റ്റ് പ്രൊഫൈൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചൗസയുടെ ഫ്ലേവർ കിടക്കുന്നുണ്ട്, നടശാലയുടെ സ്മെല്ല് കിടക്കുന്നുണ്ട്, തൈമൂറിൻ്റെ ടെക്സ്ചർ കിടക്കുന്നുണ്ട്. അണ്ടി വളരെ ചെറുതാണ്. അണ്ടി വളരെ ചെറുതാണ്, കാണാൻ വളരെ ഭംഗിയുള്ള മാങ്ങ. വ്യത്യസ്തമായ ഒരു വീട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ വെക്കാൻ നല്ല ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഇത് ഒരുവിധ ആൾക്കാർക്ക് വെച്ചിട്ടുണ്ടാവും ഈ ബനാന. ആ വെച്ചവരാരും നിരാശപ്പെടേണ്ടതില്ല. നല്ല നല്ല മാങ്ങയാണ്. പുഴുക്കേട് വളരെ കുറവാണ് ആക്ച്വലി ഈ മാങ്ങ പറഞ്ഞിടത്തോളം. കുറെ മാങ്ങ നമുക്ക് പുഴുക്കേട് കിട്ടി. പക്ഷെ ഇതിന് ഒരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല എന്നുള്ള അതെ, അതിന്റെ സോയിൽ കണ്ടീഷനൊക്കെ വളരെ മോശമാണ്. അപ്പോൾ ഇതാണ് ബനാനയുടെ മഹാചാനോക്ക്. ബനാന എന്ന് വിളിക്കരുത് ഇതിനെ, ആക്ച്വലി ഇറ്റ്സ് മഹാചാനോക്ക്. ഇത്രയൊക്കെയാണ് ഈ മാങ്ങയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വേറെ നെഗറ്റീവ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇത് നമ്മൾ ഈ ഒരു മാങ്ങയ്ക്ക് പ്രശ്നമുണ്ട്. അതല്ല ഞാൻ പറയുന്നത്, നമ്മളത് നോക്കണ്ട. മഹാചാനോക്കിന് നെഗറ്റീവായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെ എന്തെങ്കിലും പറയണമെന്ന് ആലോചിച്ചാൽ തന്നെ നമ്മളെ മനസ്സിലൊന്നും വരുന്നില്ല. ഓവറോൾ ഗുഡ് മാംഗോ. അത്യാവശ്യം കായപിടുത്തവും രോഗപ്രതിരോധവും പുഴുക്കടില്ല. അതല്ല, മരത്തിന് പോലും രോഗപ്രതിരോധം ഒക്കെ അത്യാവശ്യമുള്ള നല്ല ഗ്രോത്ത് ആണ്. കായപിടുത്തം അല്ലേ, നല്ല ഗ്രോത്ത് ഉള്ള ഒരു മരമാണ്. നേരത്തെ പറഞ്ഞ ഒരു മാവിന്റെ ഉള്ളിൽ പോലും നമുക്ക് കായ കണ്ടിക്കണം. നല്ല വെയിലൊക്കെ ഉള്ളിടത്ത് വീടിന്റെ മുന്നിലൊക്കെ ധൈര്യമായിട്ട് നടാം. അതല്ല, ഈ കളർ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പ്രൊജക്ട് ചെയ്യോ, റെഡിഷ് കളർ ഇങ്ങനെ ഓറഞ്ചിന്റെ ഇങ്ങനെ കേറിയിട്ട് വരും, കയറി നിൽക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മാങ്ങയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.